ഹലോ ഗായ്സ്, ജംഷീർ ടോക്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ IPL WPLൻ്റെ റിട്ടൻഷൻ ലിസ്റ്റും അത് സംബന്ധിച്ച വീഡിയോസ് 1-2 വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 5 ടീമുകളുടെയും റിട്ടൻഷൻ ലിസ്റ്റ്, അവരുടെ ഓപ്ഷൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു 5 സീരീസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യത്തെ സീരീസ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. നിലവിൽ 5 പ്ലേയേഴ്സിനെ റിട്ടേൺ ചെയ്ത 2 ഫ്രാഞ്ചൈസിയിൽ ഒരു ഫ്രാഞ്ചൈസിയാണ് മുംബൈ ഇന്ത്യൻസ്. അതിൽ അവർ റിട്ടേൺ ചെയ്തത് നട്ടാലി സ്കൈവർ ബട്ടാണ്. 3.5 കോടി കൊടുത്തിട്ടാണ് അവരുടെ നിലനിർത്തിയിരിക്കുന്നത്. അറിയാം, ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റാർ ഓൾറൗണ്ടറാണ്. കഴിഞ്ഞ സീസണിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയിരുന്നത് നട്ടാലി ആയിരുന്നു. രണ്ടാമത് നിലനിർത്തിയിരിക്കുന്നത് അവരുടെ ക്യാപ്റ്റനായിരുന്ന ഹർമൻപ്രീത് കൗറിനെയാണ്. 2.5 കോടി കൊടുത്തിട്ടാണ് കൗറിനെ അവർ നിലനിർത്തിയിരിക്കുന്നത്. അവരുടെ ഒരു സ്റ്റാർ ബാറ്റർ തന്നെയാണ് മുംബൈയുടെ. കഴിഞ്ഞ 3 സീസണിലായിട്ട് മുംബൈയുടെ കൂടെയുള്ള താരങ്ങളാണ് ഇവർ രണ്ടുപേരും. അതുപോലെ മൂന്നാമതിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്റ്റാർ ഓൾറൗണ്ടറായ ഹൈലി മാത്യൂസിനെയാണ്. 1.75 കോടിക്കാണ് ഹൈലി മാത്യൂസിനെ നിലനിർത്തിയിരിക്കുന്നത്. മറ്റു 2 പേര് പറഞ്ഞ പോലെ തന്നെ 3 സീസൺ അടുപ്പിച്ച് കളിക്കുന്ന താരം തന്നെയാണ് മാത്യൂസും മുംബൈക്ക് വേണ്ടി. മുംബൈയുടെ 2 കിരീടങ്ങളിലും ഈ 3 താരങ്ങളും അത്രയും അഭിവാജ്യമായ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെടുത്തത് ഇന്ത്യയുടെ ന്യൂ സെൻസേഷണൽ ഓൾറൗണ്ടറായിട്ടുള്ള അമൻജോത് കൗറിനെയാണ്. 1 കോടിയാണ് അമൻജോത് കൗറിനെ കൊടുത്തിരിക്കുന്നത്. അഥവാ ഇന്ത്യയിലെ 2 ഇന്ത്യൻ ക്യാപ് പ്ലേയേഴ്സിന് അതേപോലെ 2 വിദേശ താരത്തെയും അവർ നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ അൺക്യാപ്ഡ് പ്ലെയറിലായിട്ട് അവരെടുത്തുന്ന അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ കമാലിനെയാണ്. അഥവാ യങ് സെൻസേഷനിലാണ്, വെറും 17 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാവിയിലേക്കുള്ള വാഗ്ദാനം എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും അവർ കമാലിനെ നിലനിർത്തിയിട്ടുണ്ടാവുക. ഇപ്പം നോക്കുക, കഴിഞ്ഞ സീസണിൽ അവിടെ ഏറ്റവും സ്റ്റാർ പ്ലേയേഴ്സിനെ തന്നെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. നട്ടാലിയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലൊരു ഡ്രീം സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ 10 മാച്ചിൽ നേടി 270 റൺസും അതേപോലെ 12 വിക്കറ്റ് നേടാൻ നട്ടാലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് പെർഫോം ചെയ്യുന്ന അതേപോലെ തന്നെ മുംബൈക്കും വേണ്ടിയിട്ടും നട്ടാലി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 29 കളികൾ കളിച്ചിട്ട് അവർക്ക് 1027 റണ്ണും അതുപോലെ 32 വിക്കറ്റും മുംബൈക്ക് വേണ്ടി നേടാൻ നട്ടാലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ 88 നോട്ട് ഔട്ടൊക്കെയാണ്. അഥവാ സ്വാഭാവികമായിട്ടും മുംബൈയെ സംബന്ധിച്ചൊരു കോർ പ്ലെയർ തന്നെയാണ് നട്ടാലി. ഇപ്പോൾ ഹൈലി മാത്യൂസ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. 3 സീസണായിട്ട് മുംബൈക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. 29 മാച്ച് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 788 റൺസ് നേടിയിട്ടുണ്ട്. 77 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. അതുപോലെ ഹൈലി മാത്യൂസിന് ഒന്നും കൂടി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബോളിങ്ങിലാണ്. 41 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട് ഹൈലി മാത്യൂസ് ഇതുവരെ മുംബൈക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ മാത്യൂസ് തന്നെയാണ്, ഹൈലി മാത്യൂസ് തന്നെയാണ്. 18 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓറഞ്ച് ക്യാപ്പ് നേടിയത് ഹൈലി മാത്യൂസ് ആയിരുന്നു. 10 മാച്ചുകളിൽ നിന്നായിട്ട് 18 വിക്കറ്റ്സ്. അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 307 റൺസും ഹൈലി മാത്യൂസ് നേടിയിട്ടുണ്ട്. 1 ഡൗൺ പൊസിഷനിലൊക്കെ ഇറങ്ങുന്ന പ്ലെയറാണ്. പിന്നെ നെക്സ്റ്റ് പ്ലെയറായ ഹർമൻപ്രീത് കൗറാണ്. ഹർമൻപ്രീത് കൗറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററാണ്. പാർട്ട് ടൈം ബോളറായിട്ട് ബോളും ചെയ്യുന്ന പ്ലെയറാണ്. അവരുടെ ക്യാപ്റ്റനാണ്. കഴിഞ്ഞ സീസണിൽ 10 മാച്ചിൽ 302 റൺസ്, 66 വെസ്റ്റിൽ 302 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ ടോട്ടലായിട്ട് മുംബൈക്ക് വേണ്ടി 851 റണ്ണും അതേപോലെ മുംബൈയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോറായ 95 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. മുംബൈയുടെ ഏറ്റവും കൂടുതൽ റണ്ണെടുത്ത ബാറ്ററാണ് ഹർമൻപ്രീത് കൗർ. കമാലിന് എന്താ ഒരു സെൻസേഷൻ എന്ന രീതിയിലാണ്, കാര്യമായ സ്റ്റാക്സ് ഒന്നുമില്ല. ഒരു ഫിനിഷർ റോളിൽ വരുന്ന പ്ലെയറാണ് കമാലിന്. അപ്പോൾ ആ രീതിക്ക് ഒരു ഭാവിയിലേക്കുള്ള വാഗ്ദാനം എന്നുള്ള ഇതിലാണ്. കഴിഞ്ഞ സീസണിൽ 107 റൺസാണ് ആകെ നേടിയിട്ടുള്ളത്. ഒരു 5-ാമനായിട്ടോ 6-ാമനൊക്കെ ആയിട്ടായിരുന്നു കമാലിന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായത്. പിന്നെ റിട്ടേൺ ചെയ്ത താരമാണ് അമൽജോത് കൗർ. അമൽജോത് കൗർ 3 സീസണായിട്ട് മുംബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തതും ഏറ്റവും കൂടുതൽ മാച്ചസ് കൊടുത്തതും കഴിഞ്ഞ സീസണിലാണ്. കഴിഞ്ഞ സീസണിൽ ആണെന്നുണ്ടെങ്കിൽ അമൽജോത് ഇതുവരെ നേടിയ IPL നേടിയ 5 വിക്കറ്റും കഴിഞ്ഞ സീസണിലാണ് നേടിയിട്ടുള്ളത്. അതുപോലെ 13 ഇന്നിങ്സിലായിട്ട് 128 റണ്ണും 5 വിക്കറ്റും
കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ടായി. ഇതുവരെ മുംബൈക്ക് അവർ വെറും 209 റണ്ണേ നേടിയിട്ടുള്ളൂ. അതിൽ 128 റണ്ണും കഴിഞ്ഞ സീസണിലായിരുന്നു കമാലിനി അമൽജോത്ത് നേടിയിട്ടുള്ളത്. അപ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം അതൊരു 5 താരങ്ങളെ നിലനിർത്തി എല്ലാവരും ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ നിലവിൽ 9.25 കോടി 15 കോടി ആകെയുള്ള 15 കോടിയിൽ 9.25 കോടി ഈ 5 താരങ്ങൾക്ക് വേണ്ടിയിട്ട് മുംബൈ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് 5.75 കോടിയുമായിട്ടാണ് അവർ ഓപ്ഷനിൽ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല 1-2 ബാറ്റ്സ്മാൻമാരും 2-3 ബോളേഴ്സിനെയും അത്യാവശ്യമാണ്. നിലവിൽ 2 ബോളേഴ്സും 3 ബോളേഴ്സും 5 ബാറ്റേഴ്സുമാണ് അവർക്കുള്ളത്. നിലനിർത്തിയ 3 താരങ്ങളും ഓൾറൗണ്ടേഴ്സാണ്. അപ്പോൾ 25 പ്ലേയേഴ്സിന് വെറും 5.75 കോടിയായിട്ടാണ് മുംബൈ ഓപ്ഷനിൽ പോകുന്നത്. മുംബൈ എങ്ങനെ ഓപ്ഷനിലെ നേരിടുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഓക്കെ, സൈനിങ് ഓഫ് ജംഷി ടോക്സ്. Please subscribe my channel for